അവർ പറയുന്നത് ഒരു മലയാളികളെ സംബന്ധിച്ച് ഒരു ഞെട്ടിക്കുന്ന ഒരു കൂലി തന്നെയാണ്. അതായത് ഈ പകലന്തിയോളം ഇവർക്ക് പണിയെടുക്കുമ്പോൾ ഒരു ദിവസം വൈകിട്ടാകുമ്പോൾ അവർക്ക് കിട്ടുന്നത് 50 രൂപയാണ്. മധുബനി ജില്ലയിലെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ മധുബനി മാത്രമല്ല ബീഹാറിലെ മുഴുവൻ നമ്മൾ സന്ദർശിക്കുമ്പോൾ അവർ താമസിക്കുന്നത് ഒരു ജാതി തിരിച്ചാണ്. അതായത് ഒരു ജാതി താമസിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ പാസ്വാൻ വിഭാഗമാണെങ്കിൽ അവർ ഉള്ള ചേരിയിൽ അവർ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ ഈ മുസാഹർ വിഭാഗത്തിൻ്റെ സ്ത്രീകളാണ് ഇവിടെയുള്ളത്. അവരിപ്പോൾ ജോലി കഴിഞ്ഞ് ഇരിക്കുകയാണ്. ഉച്ച കഴിയുമ്പോൾ വീണ്ടും അവർക്ക് ജോലിക്ക് തന്നെ പോകണം. കാര്യം പകലന്തിയോളം പണിയെടുക്കുന്ന ഒരു വിഭാഗം കൂടിയാണ് ഇവർ. കാര്യം ഇവർക്ക് എത്ര രൂപയാണ് ജോലി ഇവർക്ക് കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം, ഒരു ദിവസം എത്ര രൂപ വരുമാനം ലഭിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ദീദി खेती में जाता है कमाला 50-60 रुपया से पेट भरता है बाल बच्चा के उससे खाना खाए अथी लाएगा जोड़ते हैं कि बाल बच्चा के पढ़ाता लिखाता उतना पैसा में 50 रुपया में होगा पेट भरेगा बाल बच्चा के हमारा അവർ പറയുന്നത് ഒരു മലയാളികളെ സംബന്ധിച്ച് ഒരു ഞെട്ടിക്കുന്ന ഒരു കൂലി തന്നെയാണ്. അതായത് ഈ പകലന്തിയോളം ഇവർക്ക് പണിയെടുക്കുമ്പോൾ ഒരു ദിവസം വൈകിട്ടാകുമ്പോൾ അവർക്ക് കിട്ടുന്നത് 50 രൂപയാണ്. 50 രൂപ മുതൽ 60 രൂപ വരെയാണ് കിട്ടുന്നത്. 50 और 50 रुपया 50 रुपया से नहीं पेट भरेगा. आपको लेडीज के मजदूरी दिएगा खाना खाता है बैठल रहेगा उसे कौन काम करेगा. कोई काम नहीं है. क्या क्या काम है इधर? मर्द के 10 दिन काम लगता है सर तो अति महीना दिन बैठता है तो गरीब आदमी क्या खाएगा. एक महीने में कितना काम मिलेगा? कितना दिन? एक महीना में 10 दिन मिलेगा, 20 दिन बैठता है. तो वही में पढ़ाएगा लिखाएगा कपड़ा लत्ता करेगा कि खाना का व्यवस्था होगा. ഒരു മാസം അവർക്കൊരു 15-20 ദിവസമൊക്കെ ആണ് പരമാവധി ഒരു ജോലി ലഭിക്കുന്നത് തന്നെ. ഈ ജോലി ലഭിച്ചാലും അവർക്ക് ഒരു ദിവസം കിട്ടുന്ന ഒരു വരുമാനം എന്ന് പറയുന്നത് ഒരു 50 രൂപയാണ്. അതായത് നമ്മളുടെ നാട്ടിലാണെങ്കിൽ ഒരു ദിവസം കിട്ടുന്ന ഒരു കൂലി ഇവർക്ക് ഒരു മാസം ജോലി എടുത്താൽ പോലും കിട്ടില്ല. ഇതാണ് ഇവിടുത്തെ ഒരു നിസ്വരായ ഒരു ജനങ്ങളുടെ അവസ്ഥ. ഒരു വികസനം എന്ന പേരിൽ വോട്ട് തേടുകയാണ് ഇവിടെ NDA സർക്കാർ ചെയ്യുന്നത്. മാത്രമല്ല വലിയ പാലങ്ങളും വലിയ റോഡുകളും നിർമ്മിക്കുന്നു. പാലങ്ങളുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. നദിയിൽ തന്നെ ഒഴുകി വീഴുന്ന പാലങ്ങളുണ്ട്. പക്ഷേ എങ്കിലും വികാസത്തിൻ്റെ പേരിൽ തന്നെയാണ് ഇവിടെ വോട്ട് തേടുന്നത് NDA സർക്കാർ. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ, അടിസ്ഥാന ജനതയുടെ സൗകര്യങ്ങൾ, ഇവർക്കുള്ള ഭക്ഷണം, ഇവർക്കുള്ള ഒരു പാർപ്പിടങ്ങൾ आपका घर कहाँ है? बसवारा है. बसवारा है. मधुबनी जिला है. बसवारा है घर. ഈ മധുബനി ജില്ലയിലെ ഈ ബസ്വാഡ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഇവർ താമസിക്കുന്നത്. ഇവർക്കുള്ള ഒരു പാർപ്പിടമോ കൃത്യമായിട്ടുള്ള ഒരു ആഹാരം നൽകാനുള്ള ഒരു വ്യവസ്ഥയോ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം, പോഷക ആഹാരം തുടങ്ങിയവയെല്ലാം ഇവർക്കൊരു അന്യമാണ്. ഏതായാലും ഒരു ദിവസം ഇവർക്ക് കിട്ടുന്നത് 50 രൂപയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ ഈ ഒരു ഗ്രാമീണ ജനതയുടെ ഈ ഒരു വിഭാഗത്തിൻ്റെ ഒരു ദൈന്യത എത്രത്തോളമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകുന്നതാണ്. ബീഹാറിലെ മധുബനി ജില്ലയിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം D ധനസുമോദ്, മീഡിയ 1.